ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഉഷാറായിട്ട് പഠിക്കണമെന്ന് വിചാരിക്കുന്നു. പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മളൊരു SLCക്ക് മുമ്പായിട്ട് നമുക്കൊരു 3 to 4 ടൈംസ് നമ്മുടെ റിവിഷൻ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് റൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ആരൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. നമുക്ക് അതുപോലെ ഏത് സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണം, എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ. നമുക്കതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം കേട്ടോ. ഒരു 2 ദിവസത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. കാരണം നമുക്കൊന്നും ഒരുപാട് സമയമില്ല വേസ്റ്റ് ചെയ്യാനായിട്ട്. പ്ലാനിങ്ങിനൊന്നും നമുക്ക് ഒരുപാട് സമയമൊന്നും കളയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഡയറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു 2 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. ഫർദർ കാര്യങ്ങൾ ഞാൻ വഴിയെ അറിയിക്കാം കേട്ടോ. സോ ഏത് സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിയിക്കും. ഓക്കെ. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് ഇപ്പോൾ ക്ലാസ് ഉള്ളത് കൊണ്ട് നമുക്ക് കിട്ടുന്ന സമയം കുറവായിരിക്കുമല്ലോ. ഓക്കെ. അപ്പോൾ നമ്മൾ കിട്ടുന്ന സമയത്ത് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്സ് ചെറിയ ചെറിയ ഷോർട്ട് നോട്ട്സ് ആയിട്ട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്ത് ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പോയിന്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് ടൈം റിവൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഷോർട്ട് നോട്ടാണ് റിവൈസ് ചെയ്യുന്നത്. അപ്പോൾ പുസ്തകത്തിലെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കണം. എന്ന് വെച്ചാൽ പുസ്തകം അങ്ങനെ തന്നെ പകർത്തല്ല വേണ്ടത്. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഷോർട്ട് നോട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അത് കീപ്പ് ചെയ്യുക, അത് സൂക്ഷിക്കുക. ഇനി അതാണ് നമ്മൾ ഇനി മൾട്ടിപ്പിൾ ടൈംസ് പല 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 പ്രാവശ്യം നമ്മളത് റിവൈസ് ചെയ്യുന്നു. ഇന്ന് നമ്മളൊരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളത് പിന്നെ റിവൈസ് ചെയ്യുന്നത് അടുത്ത ദിവസം അത് ഒന്നും കൂടെ റിവൈസ് ചെയ്യണം. ഇന്ന് നമ്മൾ ഒരു മണിക്കൂർ എടുത്ത് പഠിച്ച കാര്യം നാളെ നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 15 മിനിറ്റിൽ അത് തീർക്കാൻ പറ്റും. കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നമ്മൾ ഇന്ന് പഠിച്ച കാര്യം നമ്മൾ ഇനി 10 ദിവസം കഴിഞ്ഞിട്ടാണ് നോക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതേ ഒരു മണിക്കൂർ തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. സോ അങ്ങനെ ഒരിക്കലും പോവരുത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്താണോ അത് ഡെയിലി നമ്മളത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് ദാറ്റ്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, വിൽ ഗ്രോ ടുഗെദർ. എന്ത് സംശയം ഉണ്ടെങ്കിലും ജസ്റ്റ് കമൻറ്റ് ചെയ്തോളൂ, നമുക്ക് അത് പരിഹരിക്കാം കേട്ടോ. ഓക്കെ, സോ ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യാം.